ഏട്ടനെ ഏട്ടത്തേമ്മ മാറ്റിയെടുത്തത്. ഞങ്ങൾ ഏട്ടനെ ഈ രീതിയിൽ മുമ്പ് കണ്ടിട്ടേ ഇല്ല. ഞങ്ങള് 900 പ്രാവശ്യം പറഞ്ഞിട്ട് കേൾക്കാത്ത ഏട്ടനാ ഏട്ടത്തിയമ്മയുടെ ഒറ്റ വാക്കില് മാറിയത്. അതിനെ ഏട്ടത്തിയമ്മയെ സമ്മതിക്കണം. ഏട്ടത്തേമ്മ ഇവിടെ ഇരിക്കായിരുന്നോ? കുഞ്ഞി ഞങ്ങൾ എല്ലാരും ചേർന്ന് ഏട്ടത്തിയമ്മയോട് നന്ദി പറയാൻ വന്നതാ. നന്ദിയോ? എന്തിന്? ഞങ്ങൾക്ക് ഏട്ടത്തിയമ്മയോട് 100,000 വട്ടം നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതെന്താ കാര്യം? അത് ഗിരിയേട്ടനെ ഇങ്ങനെ മാറ്റിയെടുത്തേന്. പടനിലത്ത് കൊണ്ടുപോയി ഏട്ടനെ ഒരു രാജാവിനെ പോലെ വാഴിച്ചേന്. ഇന്നലെ വരെ എപ്പോ പടനിലത്ത് പോയാലും അമ്മാവന്റെ മുമ്പിൽ ഗിരിയേട്ടൻ ഒരു വേലക്കാരനെ പോലെയായിരുന്നു പെരുമാറിയിരുന്നത്. അമ്മാവന്റെ നേരെ നിൽക്കാൻ പോലും ഏട്ടന് മടിയോ പേടിയോ ആയിരുന്നു. തരം കിട്ടുമ്പോഴൊക്കെ അമ്മാവന്റെ കാലിന് വീഴാറുണ്ട്. ഏട്ടന്റെ ആ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടം തോന്നിയിരുന്നു. അമ്മാവന്റെ മുമ്പിൽ എപ്പോഴും അങ്ങനെ നിൽക്കരുതെന്ന് ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ആര് കേൾക്കാൻ? ഞങ്ങൾ ഉപദേശിക്കുന്നത് പോലും ഏട്ടന് ഇഷ്ടല്ലായിരുന്നു. ആ ഏട്ടനെ ഏട്ടത്തേമ്മ മാറ്റിയെടുത്തത്. ഞങ്ങൾ ഏട്ടനെ ഈ രീതിയിൽ മുമ്പ് കണ്ടിട്ടേ ഇല്ല. ഞങ്ങള് 900 പ്രാവശ്യം പറഞ്ഞിട്ട് കേൾക്കാത്ത ഏട്ടനാ ഏട്ടത്തിയമ്മയുടെ ഒറ്റ വാക്കില് മാറിയത്. അതിനെ ഏട്ടത്തിയമ്മയെ സമ്മതിക്കണം. ഇതിനാണോ എല്ലാവരും ചേർന്ന് എന്നോട് നന്ദി പറയാൻ വന്നത്? ഞാൻ എന്റെ കടമ മാത്രമാണ് ചെയ്തത്. അതിന് പ്രത്യേകിച്ച് നന്ദി പറയേണ്ട ഒരാവശ്യമില്ല. ഗിരിയേട്ടന്റെ അമിത വിനയം നിങ്ങളെ പോലെ തന്നെ ഞാനും ശ്രദ്ധിച്ചിരുന്നു. എനിക്കും അതിഷ്ടപ്പെട്ടിരുന്നില്ല. ഞാൻ ഉപദേശിച്ചു, അവസാനം അനുസരിച്ചു. ഇനി ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ മാറ്റിയെടുക്കാം. എന്താ, അത് വേണ്ടേ? തീർച്ചയായും വേണം. അല്ല, ഗിരിയേട്ടൻ അവിടെ? ഇവിടെ എവിടെ ഉണ്ടായിരുന്നു. ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. ഗിരിയേട്ടാ, ഗിരിയേട്ടാ. എന്താലോചിച്ച് നിൽക്കുക? ഞാൻ അമ്മാവിനെ കുറിച്ച് ആലോചിച്ചാ. എന്താ? കോടിക്കണക്കിന് സ്വത്തുക്കളൊക്കെ ഉണ്ടായിട്ടും അമ്മാവൻ എത്ര സാധാരണക്കാരനാണെന്ന് ഞാൻ ഓർക്കുമായിരുന്നു. ഇത്ര നാളും ഞാനൊരു അകലത്തിൽ നിന്നല്ലേ അമ്മാവനോട് സംസാരിച്ചിട്ടുള്ളൂ. അമ്മാവൻ ഇങ്ങനെ എന്നോട് അടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. സത്യത്തില് അമ്മാവന്റെ മുമ്പിൽ എങ്ങനെ നിൽക്കുമെന്ന് പേടിയോടെയാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോ എല്ലാം മാറി. എന്നാ ഗിരിയേട്ടൻ അച്ഛനോട് കാണിച്ച ഈ ഓവർ മര്യാദയൊക്കെ എനിക്കിഷ്ടപ്പെട്ടില്ല. അല്ല, എന്റെ ഭാഗത്തുനിന്ന് എന്ത് തെറ്റാ ഉണ്ടായത്? എന്ത് പറഞ്ഞിട്ടാ ഞാൻ ഗിരിയേട്ടനൊപ്പം വിരുന്നിന് വന്നേ? അത് അവിടെ ചെന്നപ്പോ അമിത വിനയം കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? പറഞ്ഞു. പക്ഷേ ഗിരിയേട്ടന് തല കുമ്പിട്ട് നിൽക്കുന്ന ശീലം കുറച്ചു കൂടുതലാ. അത് മാറ്റണം. പടനിലത്ത് ചെല്ലുമ്പോ തലയുയർത്തി നെഞ്ചു വിരിച്ച് തന്നെ നിൽക്കണം. പറു, അത് അഹങ്കാരായി പോവില്ലേ? അമ്മാവന്റെ മുമ്പില് അത്രയ്ക്ക് അഹങ്കാരം കാണിക്കണം? അമ്മാവന്റെ മുമ്പില് തലയെടുത്ത് നിൽക്കാൻ മാത്രം എനിക്കെന്ത് യോഗ്യതയുള്ളത്? ഞങ്ങളുടെ കുടുംബത്തിന് എന്താ ഉള്ളത്? അങ്ങനെ തല മറന്ന് എണ്ണ വയ്ക്കാൻ പാടില്ല. ഞങ്ങൾ പാവപ്പെട്ടവരാ. അപ്പൊ ആ നിലയ്ക്ക് തന്നെ നിൽക്കണം. ഗിരിയേട്ടൻ ഈ ചിന്താഗതി ആദ്യം മനസ്സിൽ നിന്ന് തുടച്ചു നിൽക്കണം. ഗിരിയേട്ടനും കുടുംബവും ആരെ ആശ്രയിച്ചിട്ടൊന്നുമല്ലല്ലോ കഴിയുന്നത്. ഗിരിയേട്ടൻ അധ്വാനിച്ച് കിട്ടുന്ന പണം കൊണ്ടല്ലേ ഈ കുടുംബം നോക്കുന്നത്. പിന്നെ എന്തിന്, എന്ത് കാര്യത്തിന് മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കണം? ഞാനും എന്റെ പെങ്ങന്മാരും ഇനി ഈ നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് വലിയൊരു പങ്ക് അമ്മാവനാ.
അതൊരിക്കലും മറക്കാൻ പറ്റില്ല. ഈ നന്ദി ഉപകാരസ്മരണയെല്ലാം നല്ലത് തന്നെ, പക്ഷേ അമിത വിനയം അത് ഒരിക്കലും നല്ലതല്ല. അതിനോട് എനിക്കൊട്ടും യോജിക്കാനാവില്ല. അച്ഛനോടെന്നല്ല, ആരോടും അമിത വിനയം കാണിക്കാൻ പാടില്ല. ഗിരിയേട്ടാ, നമുക്കൊരു വ്യക്തിത്വമുണ്ട്. അത് ആരുടെ മുന്നിലും അടിയറവ് വെക്കരുത്. സ്വന്തം അഭിപ്രായത്തിൽ സ്വന്തം കാലിൽ എപ്പോഴും ഉറച്ചു നിൽക്കണം. ഇദ്ദേഹം ഇവിടെ അല്ലേ അച്ചടിക്കേണ്ടത്? എന്താ ഗിരിയേട്ടാ, എന്നെ കാണാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ലേ? പോയി കിടന്ന് ഉറങ്ങൂ നീ. അതിനെനിക്ക് ഉറക്കം വരുന്നില്ല. നീ എന്തിനാ മഞ്ഞുള്ള സമയത്ത് മുറ്റത്ത് പോയി നിന്നത്? അത് മൂണിനെ കാണാൻ. പിന്നെ മൂണ് പോയി കിടന്ന് ഉറങ്ങൂ നീ. രാവിലെ എണീക്കത്തൂല്ല. 5 മിനിറ്റ് 10 മിനിറ്റ് നമ്മൾ കിടന്ന് ഉറങ്ങും. ഉറങ്ങാനാ പറഞ്ഞത് നിന്നോട്. റാണി, കുറച്ച് കഞ്ഞിയുണ്ടോ? ആ, കഞ്ഞി കുടിച്ചതല്ലേ നേരത്തെ? കഞ്ഞി വെള്ളമുണ്ടോ? കഴിഞ്ഞുള്ളുണ്ട്. മതിയോ? ആ, അതിലൂടെ കുറച്ച് വറ്റ്, ഒരു പപ്പടം, പയർ. ആ, എന്തു പറ്റി? ടീച്ചർ ഇവിടെ എങ്ങാനും ആയിരുന്നില്ലല്ലോ. വിമാനത്തിൽ കയറി ടീച്ചർ എവിടെയാ പോയത്? ചേച്ചി, എന്താണ് ചിന്ത? ഏയ് ഒന്നുമില്ല. ഞാൻ ഏട്ടനെയും പാറുവിനെയും പറ്റി ഓർക്കുമായിരുന്നു. അമ്മാവന്റെ വീട്ടിൽ വെച്ച് അവരെ കാണാൻ നല്ല ഭംഗിയായിരുന്നു അല്ലേ? അവിടെ വെച്ച് മാത്രല്ല, ഏട്ടനും ഏട്ടത്തിയമ്മയും എവിടെ വെച്ച് ഒന്നിച്ച് കണ്ടാലും നല്ല ഭംഗി തന്നെയാ. അത് ഏതായാലും സത്യം. സിനിമയിലൊക്കെ കാണുന്ന നായികയും നായകനും പോലെ ഉണ്ട്. ഏട്ടൻ ഹീറോ, ഏട്ടത്തിയമ്മ ഹീറോയിൻ. ഏട്ടൻ ഇപ്പൊ വെറും ഹീറോ അല്ല, മാസ് ഹീറോയാ. അമ്മാവന്റെ മുമ്പിലുള്ള ആ ഇരിപ്പും സംസാരമൊക്കെ കാണുമ്പോ ശരിക്കും അടിപൊളിയായിരുന്നു. ഞാനും അതാ ഓർത്തെ. ഏട്ടൻ ഇങ്ങനെ മാറുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. ഏട്ടത്തിയമ്മ എന്തോ പറയാ, പിക്ചർ അബീബി ബാക്ക്, പിക്ചർ അബീബി ബാക്കി അങ്ങനെ എന്തോ അല്ലേ ഏട്ടത്തിയമ്മ പറയാറുള്ളത്? ഇനി എന്തൊക്കെ മാറ്റങ്ങളാ വരാൻ പോകുന്നെന്ന് ഇനി ഞങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ.